അടിപൊളി ചർച്ചൊക്കെ ഇവിടെ ഉണ്ട് മുകളിലായിട്ട്. എന്ത് നല്ല രസമുള്ള സ്ഥലമാണെന്ന് അറിയോ. കണ്ടോ എന്ത് രസമായി പള്ളിയൊക്കെ കാണാൻ. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ചക്കിട്ടപ്പാറ സൈഡിലോട്ടാണ് അധികവും ട്രിപ്പ് എടുത്ത് പോവാറ്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒന്നും ഇങ്ങനെ കാര്യമായിട്ട് ഇല്ലാത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെയിലി സ്ഥിരം കണ്ട കാഴ്ചകളും കഥകളൊക്കെയാണ്. അപ്പൊ ഇന്നെന്തായാലും ചെറിയൊരു വെറൈറ്റി ഉണ്ട്. കാരണം നമ്മളിന്ന് പോകുന്നത് വേറൊരു സ്ഥലത്താണ്. വേറൊരു സ്ഥലം എന്ന് പറയുന്നത് ആനക്കാംപൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. പോകുന്ന വഴികളൊക്കെ വളരെ മനോഹരമാണ്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ അനീഷേട്ടന്റെ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പോകുന്ന വഴിയൊക്കെ കണ്ടോ, നല്ല അടിപൊളി കൈതച്ചക്ക തോട്ടമൊക്കെ ഉണ്ട് കണ്ടോ. ഇഷ്ടംപോലെ ഏരിയയിൽ ഇന്ന് നല്ല വെയിലാണ്. അതേപോലെ സൈഡിലൊക്കെ കണ്ടോ മൊത്തം റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി ഒരു വഴിയാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഒരുപാട് മലനിരകളും അതേപോലെ ചെറിയ റോഡാണ് കണ്ടോ. നമ്മുടെ രണ്ട് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാല് ഇതാണൊരു അവസ്ഥ. ഇവിടെയൊക്കെ ഒരു തോടൊക്കെ ഇങ്ങനെ പോകണ്ടേ, ഒരു അരുവിയായിട്ട്. ദൂരെയായിട്ട് വലിയ മലയൊക്കെ കാണാം. അതേപോലെ വാഴക്കൃഷിയൊക്കെ കണ്ടോ തൊട്ടടുത്തായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ആനക്കാംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആനക്കാംപൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഒരു മലയുടെ മുകളിലാണ് ഈ സൈറ്റ് വരുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോകുന്നതാണ്. പോകുന്ന വഴികളൊക്കെ വളരെ മനോഹരമാണ്. ഇവിടെയൊക്കെ കണ്ടോ റബ്ബർ തോട്ടങ്ങളുടെ ഒരു കളി തന്നെയാണ്. അപ്പൊ നമ്മള് പോയി ഏതാണ്ട് കൂടരഞ്ഞി എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കമ്പനി ഏറ്റെടുത്ത് ചെയ്ത റോഡാണ്. അപ്പൊ അതേ കാലമൊന്നും ആയില്ല. നമ്മുടെ മലയോര ഹൈവേയുടെ ഭാഗമാണ്. ദൂരെയൊക്കെ കണ്ടോ നല്ല അടിപൊളി ഒരു മലയൊക്കെ കാണാം. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് ഇവിടെ. അതേപോലെ ഇപ്പൊ നല്ല സൂപ്പർ റോഡാണ്. നല്ല അടിപൊളി ഒരു പ്രകൃതി വ്യൂ ആണ് നമ്മുടെ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ മലയോര ഹൈവേ എല്ലാം തന്നെ ഇതുപോലത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ മലയോര ഹൈവേയുടെ ഭംഗിയൊക്കെ ഒന്ന് നോക്കിയേ കണ്ടോ. നല്ല ശാന്തമായിട്ട് പോവാൻ പറ്റുന്നൊരു റോഡ് തന്നെയാണ് നമ്മുടെ മലയോര ഹൈവേ. മൊത്തം പൂക്കളമൊക്കെ ആയിട്ട് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ റോഡ്. മലയോര ഹൈവേ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പൊ നമ്മുടെ മലയോര ഹൈവേ റോഡിൽ നിന്ന് കയറിയിട്ട് നമ്മള് കാട് കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുല്ലൂരാംപാറ സൈഡിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വലിയൊരു മലയോര പ്രദേശമാണ്. പോകുന്ന വഴിയൊക്കെ കണ്ടോ നല്ല അടിപൊളിയാണ്. അപ്പൊ നേരെ താഴെ തന്നെ ഈ കാടൊക്കെ പിടിച്ചെടുക്കുന്ന വലിയൊരു തോടാണ്. ഇവിടെയൊക്കെ മരച്ചീന കൃഷിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റോഡ് ഒരു ചെറിയ റോഡാണ്. ഇതിന്റെ മുകളിലായിട്ട് എത്തണം. വലിയ കയറ്റമൊക്കെ കയറി ഈ മലയുടെ മുകളിൽ പോയാണ് നമുക്ക് ലോഡ് തട്ടേണ്ടത്. നമ്മൾ ഈ സൈഡിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി ഒരു വ്യൂ തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലമാണ്. വേറെ വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല കണ്ടോ. സൈഡൊക്കെ നോക്കി വേറെ ഒരു മുട്ടായി കടലാസ് പോലും എവിടെയും കാണാനില്ല. അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഇവിടെയും വർക്കുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കമ്പനിയുടെ വർക്ക് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ അരുവികളാണ്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അരുവികൾ. ഇവിടെയൊക്കെ കണ്ടോ മൊത്തം തേനീച്ച വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ആ കാണുന്ന പെട്ടിയൊക്കെ തേനീച്ചയാണ്. ഇതൊക്കെ റബ്ബർ തോട്ടത്തിൽ ഉള്ള കാഴ്ചകളാണ്. ഒരാളൊഴിഞ്ഞ ഒരു പ്രദേശം എന്ന് വേണം പറയാം. നല്ല ശാന്തമായി കിടക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഈ റോഡൊക്കെ ഇനി നമ്മളെ കമ്പനി നല്ല അടിപൊളിയാക്കി എടുക്കും. ദൂരെയൊക്കെ കണ്ടോ നല്ല അടിപൊളി ഒരു പുഴയൊക്കെ കാണാം. നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതാണോ. മനോഹരമായൊരു സ്ഥലമാണ്. അപ്പൊ കുലുങ്ങി
ഞങ്ങളങ്ങനെ മലയും കാര്യം ഇങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ കണ്ടോ, വീടിന്റെ മുറ്റത്തൊക്കെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ ക്രഷറിൽ നിന്ന് ലോഡെടുത്ത് പോയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെയൊക്കെ കെട്ടിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മുടെ മലയോര ഹൈവേയിലും അതുപോലെ തന്നെ ഇങ്ങനെ മലയോര പ്രദേശമൊക്കെ ഇതുപോലെ ധാരാളം കരിങ്കല്ലിന്റെ കെട്ടുകൾ കണ്ടുവരാറുണ്ട്. അപ്പൊ ഇവിടെയും ഇതേ കല്ലൊക്കെ കെട്ടി, കരിങ്കല്ലിന്റെ കെട്ടൊക്കെ കെട്ടി റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. സൈഡിലൊക്കെ കണ്ടോ, മൊത്തം തേക്കിൻ തോട്ടാണ് സൈഡിലൊക്കെ കാണുന്നത്. അതേപോലെ എന്താ പറയാ, അടിപൊളി ഒരു സ്ഥലവും അതേപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും. അല്ല ചേട്ടാ, ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി, തിളങ്ങി നിൽക്കുന്ന ദിവസം, മൊത്തത്തിലൊന്ന് തിളങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ? ഈ സ്ഥലത്തിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? നല്ല തെളിഞ്ഞ പളുങ്ക് പോലത്തെ വെള്ളമാണ് ഇവിടുത്തെ മലകളിൽ നിന്ന് വരുന്നത് അല്ലേ? ഇവിടെയൊക്കെ കണ്ടോ, ഡ്രെയിനേജിന്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോയിൽ നമ്മൾ അധികവും ഹൈവേയുടെ വർക്ക് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതുപോലുള്ള വർക്കും കൂടി നിങ്ങൾ കാണണം. കാരണം ഓരോരോ വർക്കും നമ്മുടെ ഓരോരോ റോഡിന്റെ പല പല വർക്കുകളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ ഹൈവേയുടെ വർക്ക് വേറെ തന്നെ ഒരു വർക്കാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ മലയോര ഹൈവേന്റെയും ഇതുപോലത്തെ റോഡിന്റെ ഒക്കെ വർക്ക് അത് വേറെ തന്നെ ഒരു ടൈപ്പാണ്. ഇവിടുത്തെ ഡ്രെയിനേജ് ഒക്കെ കണ്ടോ, ഇതൊക്കെ ആദ്യം പീസായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ഡ്രെയിനേജ് ആണ്. എന്നിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കറക്റ്റ് സെറ്റാക്കി വെച്ച് പോവാണ്. അപ്പൊ ഈ ഡ്രെയിനിന്റെ ഇത്രത്തോളം ഹൈറ്റില് ഈ റോഡ് പൊങ്ങും കേട്ടോ. അപ്പൊ ഞങ്ങളങ്ങനെ വലിയ കാറ്റൊക്കെ കാരി ആടി അങ്ങനെ പോവാണ്. ഇതേ കണ്ടോ, നമ്മുടെ വണ്ടി ഇതേ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പൊ പോകുന്നത്. ഗിയറൊന്നും മാറ്റാൻ പറ്റില്ല, കാരണം ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കണ്ടാല് നേരെയുള്ള റോഡ് പോലെ തോന്നുമെങ്കിലും ഇത് നല്ലൊരു കാറ്റാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കയറി പോവാണ്. അപ്പൊ നമ്മുടെ കാറ് പോലെ അല്ല കേട്ടോ നമ്മുടെ ലോറി. ഇതിന് നിന്ന് പോയി കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു സി എന്ന് പറഞ്ഞൊരു സാധനം കാണാം, സി ഗിയർ. മൊത്തത്തിൽ 10 ഗിയർ വരുന്നുണ്ട് നമ്മുടെ ടിപ്പറിന്. ഈ സി ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഏത് കയറ്റവും മൂപ്പറങ്ങോട്ട് വലിഞ്ഞ് കയറിക്കൊള്ളും, ഒരു വിഷയവുമില്ല. ഇത് ഇവിടെ ഒരു വൈബ് കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ മലയുടെ നല്ല ഹെവിയായിട്ടുള്ള കാറ്റൊക്കെയുള്ള മലയുടെ മുകളിലോട്ട് ഇത് KSRTC വരുന്ന കാഴ്ച കണ്ടോ, ഒരു അടിപൊളി തന്നെ കാഴ്ചയാണ്. അപ്പൊ ഇതിങ്ങോട്ടെല്ലാം ഒരുപാട് വീടൊക്കെ ഉണ്ട്. അടിപൊളി ഒരു സ്ഥലമാണ്. ദൂരെയായിട്ട് മലയൊക്കെ കാണാം. നമ്മുടെ കമ്പനിയുടെ ഒരു ഓട്ടോ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇത് ഈ കാണുന്ന മൊത്തം ജാതിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ഇതേ സി ഗിയർ ഇട്ട് കഴിഞ്ഞു. കാരണം വണ്ടി കയറുന്നില്ല, ഫസ്റ്റ് ഗിയറിൽ ഇനി വണ്ടി കയറില്ല. ഇനി നമ്മുടെ വണ്ടി ഇപ്പൊ പോകുന്നത് സി ഗിയറിലാണ്. വളരെ പതിയെ മാത്രമേ കേട്ടോ പോകുള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ വണ്ടി സി ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ട, വണ്ടി അങ്ങോട്ട് വലിഞ്ഞങ്ങോട്ട് പോയിക്കോളൂ എത്ര ലോഡാണെങ്കിലും. പക്ഷെങ്കിൽ ഇതാ കണ്ടോ, നടക്കുന്ന വേഗതയിൽ മാത്രമേ ഈ വണ്ടി ഇനി പോകുള്ളൂ. ഈ ഗിയറിനി മാറ്റാനും പറ്റില്ല, കാരണം ഈ കാറ്റം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയാലും മാത്രമേ വണ്ടിയുടെ ഈ സി ഗിയറിനി റിലീസ് ആവുള്ളൂ. അപ്പൊ നമ്മളിത് മന്ദം ഇങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. ഇതേ കണ്ടോ, നായർകൊല്ലി ഫോറസ്റ്റ് ഓഫീസ് പരിധിയാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ കാണുന്ന മൊത്തം തേക്കും തടിയൊക്കെ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഓരോ തേക്കിന്റെ തടിക്കും നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ടോ, മൊത്തം കാട് പിടിച്ച നല്ല മലയോര പ്രദേശങ്ങളാണ്. അതേപോലെ ഈ കാണുന്നൊരു സംഭവം കണ്ടോ, ഇത് നമ്മുടെ വനംവകുപ്പിന്റെ അതിർത്തിയാണ് കേട്ടോ. നമ്മുടെ വനത്തിന്റെ ഒക്കെ അതിർത്തിയാണ് ആ കാണുന്നത്. അങ്ങനെ വനത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അതിർത്തി ഉണ്ടാവും. അപ്പൊ നമ്മളെ വണ്ടി എന്തായാലും ഇതേ പതിയെ ഇങ്ങനെ ഉരുണ്ട് കാര്യമാണ്. ദൂരെ ഇതേ കണ്ടോ, അടിപൊളി ഒരു മലനിരകളൊക്കെ കാണാം. മൊത്തം കോട മഞ്ഞൊക്കെ പുതച്ച് കിടക്കുന്ന വലിയ മലനിരകള്. ഇതേ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ.
സെന്റ് മേരീസ് UP സ്കൂൾ ആനക്കാംപൊയിൽ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, നല്ല വലിയ മല നിരകളൊക്കെയാണ്. ഇഷ്ടംപോലെ ജാതിക്ക തോട്ടമുണ്ട്. ഈ കാണുന്ന മൊത്തം ജാതിയാണ്. ഇവിടെ കണ്ടോ, ഫ്രണ്ടിലായിട്ടും ഒരുപാട് ജാതി തോട്ടമുണ്ട്, ഇരുട്ട് പിടിച്ച് കിടക്കുന്നത്. അതേപോലെ മലയോര മേഖലകളിൽ ഇതുപോലെ ജീപ്പാണ് കേട്ടോ അധികം ഉണ്ടാകാറ്. ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെന്തായാലും ആനക്കാംപൊയിൽ ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. ടൗണിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, ആഹാ. മുകളിലൊക്കെ നോക്കിയ ഇരുണ്ട് മൂടിക്കെട്ടിയ കാർമേഘങ്ങളും അതേപോലെ തന്നെ മലനിരകളും, ദൂരെയായിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് കേട്ടോ ആനക്കാംപൊയിൽ ടൗണ്. ഞങ്ങളൊരിതാ ഒരു ചെറിയ പാലമൊക്കെ കടന്നിങ്ങനെ പോവാണ്. ഇതേ കണ്ടോ, സ്ഥലമൊക്കെ കണ്ടോ, അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മുടെ വയനാട്ടിലേക്കുള്ള തുരങ്കപാത ഇതുവഴിയാണ് കേട്ടോ. നമ്മുടെ ആനക്കാംപൊയിൽ അവിടെ നിന്നാണ് നമ്മുടെ വയനാട്ടിലേക്കുള്ള തുരങ്കപാത വരുന്നത്. ഇവിടെ വെച്ച് നേരെ മേപ്പാടി നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ 900 കണ്ടി ആ ഏരിയയിലാണ് തുരങ്കപാത. വലിയ ഈ കാണുന്ന നമ്മൾ നേരത്തെ ഫ്രണ്ടിലായിട്ട് കണ്ട വലിയ മലയുടെ അടിയിലൂടെ തുരന്ന് അപ്പുറം എത്തുന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 31 കേട്ടോ, പ്രവൃത്തി ഉദ്ഘാടനം. അപ്പൊ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ മൊത്തം അങ്ങോട്ട് മാറി. കണ്ടോ, റോഡൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. ഇത്ര നേരം താഴെയൊക്കെ നല്ല വെയിലായിരുന്നു, ഇവിടെയൊക്കെ മൊത്തം നനഞ്ഞു. അതുപോലെ തന്നെ മഴയൊക്കെ വരേണ്ട ഒരു ലക്ഷണമുണ്ട്. ക്ലൈമറ്റ് വരെ മാറി അല്ലേ നിശാട്ടാ? താഴെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇത് കണ്ടോ, വലിയൊരു മഴ വന്നൊരു അന്തരീക്ഷം. ഇവിടെയൊക്കെ മഴ പെയ്ത് ചോർന്ന അതേപോലെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇതേ വലിഞ്ഞ് അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണേ. അപ്പൊ ഇത് നമ്മുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഡ്രെയിനേജ് ഒക്കെ വെച്ച് പോകുന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് ലോഡ് തട്ടേണ്ടത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ഇതാ വലിയ കയറ്റവും കാര്യം വരികയാണ്. ഈ സ്ഥലമൊക്കെ കണ്ടതേ, അടിപൊളി ഒരു സ്ഥലമാണ്. മലയൊക്കെ നോക്കി, ആകാശം മുട്ടേ വലിപ്പമുള്ള ഒരുപാട് മലകൾ ഇവിടെ ഉണ്ട്. അപ്പം ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ തുരങ്കപാതയിലോട്ടുള്ള അടുത്ത് വരികയാണ് കേട്ടോ. ഈ റോഡിലൂടെയാണ് നമുക്ക് തുരങ്കപാതയിലോട്ട് പോകുന്നത്. ഈ കയറ്റം നടന്നു കയറി ഞാനത് കിതച്ചു പോയി കേട്ടോ. സ്കൂൾ ബസ്സൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. ഇവിടെയുള്ള വീടൊക്കെ കണ്ടോ, നല്ല മനോഹരമായ വീടൊക്കെയാണ്. അപ്പോഴിതേ മഴയൊക്കെ പെയ്തു തുടങ്ങി. ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. വേറെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഉണ്ട്. നമ്മളെന്തായാലും ലോഡൊക്കെ തട്ടിക്കഴിഞ്ഞു. ഇതേ കണ്ടോ, എന്താ സ്ഥലം. അപ്പൊ നമ്മളെന്തായാലും ലോഡൊക്കെ തട്ടി ഇറങ്ങിയതേ. ഇവിടെയുള്ള പുഴയുടെ കാഴ്ച കണ്ടോ, നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. ഇതേ സർവേ കണ്ടോ, സർവേ നമ്മുടെ ഫോറസ്റ്റിന്റെ സർവേ കുറ്റിയാണ് ആ കാണുന്നത്, കല്ലിന്റെ മുകളിൽ വെച്ചത്. അത് സർവേ അല്ല കേട്ടോ, അത് അവിടെ ഒരു പഴയ പാലായിരുന്നു നടക്കുന്നത്. ഞാൻ വിചാരിച്ച സർവേക്കല്ലേ ആണെന്നാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ആനക്കാംപൊയിൽ ടൗണിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ തുരങ്കപാത വരുന്നത്. ഇവിടെയൊക്കെ KSRTC സർവീസ് ഒക്കെ ഉണ്ട്. മുക്കം, കോഴിക്കോട് എന്നൊക്കെ കാണുന്നുണ്ട്. ഇതേ കണ്ടോ. അപ്പൊ നമ്മുടെ ഉൾഗ്രാമങ്ങളിലും ഇതുപോലത്തെ വർക്കും അതുപോലെ തന്നെ 2 KSRTC ഉണ്ട്. അപ്പൊ
ഇവിടെ കണ്ടോ നല്ല ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണം ഉദ്ഘാടനം ആഗസ്റ്റ് 31 എന്നൊക്കെ. അടിപൊളി ചർച്ചൊക്കെ ഇവിടെ ഉണ്ട് മുകളിലായിട്ട്. എന്ത് നല്ല രസമുള്ള സ്ഥലമാണെന്ന് അറിയോ? കണ്ടോ എന്ത് രസമായി പള്ളിയൊക്കെ കാണാൻ. പിറകിലായിട്ട് വലിയൊരു മലനിരകളൊക്കെ ആയിട്ട് അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ലോഡൊക്കെ തട്ടിയതേ താഴോട്ട് മല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ മൊത്തം മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോ താഴോട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇതേ മഴയൊക്കെ മാറി വെളിച്ചം കൂടി വരുന്നുണ്ടേ. അപ്പൊ നമ്മുടെ KSRTC പറന്നടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടത്തേക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ശരിക്കും ഒരു ഗ്രാമ വണ്ടിയാണ്. വേറെ വീട്ടിൽ വണ്ടി ഉള്ള ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെയുള്ള അധിക വീട്ടിലും വണ്ടി ഉണ്ട് കേട്ടോ. ആകപ്പാടെയുള്ള ഒരു പബ്ലിക് സർവീസാണ് നമ്മുടെ KSRTC. അപ്പൊ ഞങ്ങൾ എന്തായാലും കയറി വന്ന കാറ്റുമൊക്കെ ഇതേ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂൾ ടൈമാണ്. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്കൂൾ ടൈം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയേണ്ട സൈഡിലായിട്ട് ഇതേ അടിപൊളി ഒരു കാഴ്ചയാണ്. കണ്ടോ, നോക്കിയേ, നമ്മുടെ മലമുകളിൽ നിന്ന് വരുന്ന ഒരു പുഴയാണ്. അപ്പോൾ ഈ പുഴ റെഡിക്കും ഡേഞ്ചറാണ് കേട്ടോ. നമുക്ക് അധികമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം മലയുടെ മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പുഴ പെട്ടെന്ന് കര കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. അപ്പം നമ്മളും പെട്ടുപോകും അതിൽ. ഇത് ഇവിടെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമ്മളെ മനുഷ്യന്മാർ ചാടുന്ന വേസ്റ്റാണ്. ഇതൊക്കെ ഒലിച്ചത് ഇവിടെ ആറിയിട്ട പോലെ കിടക്കുകയാണ്. ഓരോ തുണിക്കഷ്ണങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പ്രകൃതിനെ നമ്മൾ തന്നെയാണ് കേട്ടോ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായൊരു കാഴ്ച നോക്കി. നല്ല പളുങ്ക് പോലത്തെ വെള്ളമാണ് കണ്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടേ. ദൂരെയായിട്ട് കണ്ടോ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. കണ്ടോ ഒരു വര പോലെ. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ, ഒരുപാട് ദൂരെയാണ്. അപ്പോൾ സ്ഥലമൊക്കെ നോക്കിയാൽ നല്ല മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. ഇത് വെള്ളമൊക്കെ പോകുന്ന കണ്ടോ, നല്ല പളുങ്ക് പോലത്തെ വെള്ളമാണ്. അപ്പം നമ്മളെന്തായാലും അധികം നേരം ഇവിടെ നിൽക്കുന്നില്ലേ. നമ്മളിത് ഇതുവഴിയൊക്കെയാണ് വന്നത്. നേരെ നമ്മുടെ വണ്ടിക്കകത്തോട്ട് പോവുകയാണിത്. വണ്ടി കണ്ടോ ദൂരെയായിട്ട് ഇതേ മറവിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ നടന്ന് വണ്ടീൻ്റെ അടുത്തെത്തിയതേ കണ്ടോ, വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ദേ കാണുന്ന പുഴയിലാണ് കേട്ടോ നമ്മൾ പോയത്. ഈ സ്ഥലമൊക്കെ നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ കമ്പനിയുടെ വർക്ക് നടക്കുന്നത്. നമ്മൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടാണ്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ആളും ബഹളമില്ലാത്ത സ്ഥലമല്ലേ, ഇവിടെ എന്തിനാണ് സ്കൂൾ ടൈം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ കറക്റ്റ് സ്കൂൾ ടൈമിന് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് മാത്രമേ പോകാറുള്ളൂ. ഇതിൻ്റെ അപ്പുറം തന്നെ ടൗണാണ്. ഈ വളവ് കഴിഞ്ഞാൽ കുറച്ചപ്പുറം ടൗണാണ്. അതുകൊണ്ടാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ടത്. ഇവിടെ ആളും മനുഷ്യനും ഇല്ല എന്നേ ഉള്ളൂ. ആകാശമൊക്കെ മൊത്തം മാറി. ഇനിയിപ്പം മഴയും കാര്യങ്ങളൊക്കെ തന്നെ വരാണ്ട പരിപാടിയുണ്ട്. നമ്മൾ മലയൊക്കെ ഇറങ്ങി ആനക്കാമ്പയിൽ നേരെ താഴെ ഇറങ്ങി നമ്മൾ നേരെ ക്രഷറിലോട്ട് വെച്ച് പിടിക്കുകയാണേ. അപ്പം ഇന്നത്തെ ലോഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആനക്കാമ്പോയിൽ നിന്നാണ് നമ്മുടെ വയനാട്ടിലേക്ക് തുരങ്കപാത വരുന്നത്. അപ്പോൾ നമ്മുടെ കൊങ്കൺ റെയിൽവേ എടുത്ത് ആ ടീമൊക്കെയാണ് അതിൻ്റെ വർക്കൊക്കെ എടുത്ത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഈ മാസം 31-നാണ് കേട്ടോ, ആഗസ്റ്റ് 31-ന്. അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ ആ പരിപാടികളൊക്കെ തന്നെ തുടങ്ങും. അപ്പോൾ എന്തായാലും ആ സംഭവം, ആ തുരങ്കപാത വരുന്നത് നമ്മുടെ ആനക്കാമ്പോയിൽ നേരെ വലിയ മലയുടെ അടിയിലൂടെ തുരന്ന് നേരെ നമ്മുടെ ചൂരൽമല, പുത്തുമല, നമ്മൾ ഉരുൾപൊട്ടിയ ഈ മുണ്ടക്കൈ ആ ഏരിയയിലോട്ട് പോകുന്ന റോഡിന്റെ മുകളിലാണ് വന്ന് കയറുന്നത്. ഏകദേശം നമ്മുടെ 900 കണ്ടി മേപ്പാടി ആ ഭാഗത്തോട്ടാണ് ആ തുരങ്കം പോയിട്ട് കയറുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ കോഴിക്കോട് ടൗണിലോട്ടെല്ലാം വരാൻ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് തുരങ്കപാത വഴി മേപ്പാടിയൊക്കെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഈ ആഗസ്റ്റ് 31-ന്. അപ്പോൾ നമ്മളെന്തായാലും ഇത് നേരെ ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ മൂടിക്കെട്ടിയ അവസ്ഥയിൽ തന്നെയാണ് കാലാവസ്ഥ ഉള്ളത്. സമയം ഏതാണ്ട് 6 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ആകാശമൊക്കെ നോക്കി മൊത്തത്തിൽ കാർമേഘങ്ങളായി മൂടിക്കെട്ടിയിരിക്കുകയാണ്.